പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരുന്നിരിക്കണം. കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ യാത്രയിലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. ഒരുപാട് അപകടങ്ങളിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ കാത്തു സംരക്ഷിച്ചു, നമ്മളെ കാത്തു സംരക്ഷിച്ചു. എല്ലാറ്റിനും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശാന്തമായി ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒത്തിരി പേരുണ്ട്, നിങ്ങൾക്കറിയാമോ, ഒത്തിരി പേരുണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ, ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം ഉറങ്ങാൻ പറ്റാത്തവർ, മാനസികമായ സങ്കടങ്ങൾ മൂലം, ദുഃഖങ്ങൾ മൂലം ഉറങ്ങാൻ പറ്റാത്തവർ. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഓർക്കുവാണേ, കുറേ നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വലിയൊരു ടെൻഷൻ വന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായില്ല, കുറേ നാളുകളേക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഈ തെരുവുകളിലൊക്കെ കിടന്നുറങ്ങുന്നവരെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയൊക്കെ അവരോട് തോന്നുമായിരുന്നു. ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. ശാന്തമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണേ. നിങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറയുക. എനിക്കിപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന നിമിഷം മുതൽ, കർത്താവിനെ ഞാൻ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എനിക്ക് ഉറക്കത്തിനൊന്നും ഒരു കുറവുമില്ല. അപ്പം നിങ്ങൾക്കും നന്നായി ഉറങ്ങാൻ പറ്റട്ടെ. എല്ലാ ടെൻഷനുകളും കർത്താവിൽ നിന്ന് നിങ്ങൾ എടുത്തു മാറ്റട്ടെ. സങ്കീർത്തനം 84:12, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവനല്ല, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാ. നീ ഭാഗ്യവാനാന്നേ, ഭാഗ്യവാൻ. നിന്റെ കാര്യത്തിലും ജോലിയിലും ബാങ്ക് ബാലൻസിലും ഒന്നും അല്ലല്ലോ ആശ്രയിക്കുന്നു, മറിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നു. നീ ഭാഗ്യവാനാ. ഇസ്രായേൽ ജനം ഭാഗ്യവാനാ, ഭാഗ്യപ്പെട്ട ഒരു ജനമായിരുന്നു. കാരണം എന്താ? കർത്താവിൽ ആശ്രയിച്ചവരായിരുന്നു. രാജാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും അപ്പോസ്തലന്മാരും എല്ലാം ഭാഗ്യവാന്മാരാ. കാരണം അവർ കർത്താവിൽ ആശ്രയിച്ചവരാണ്. ഇന്ന് കത്തോലിക്ക തിരുസഭ ഭാഗ്യവാന്മാരാ. കാരണം എന്താ? കർത്താവിൽ ആശ്രയിക്കുന്നവരാ. ഈശോയിൽ ആശ്രയിക്കുന്ന ക്രിസ്ത്യാനികളെ നിങ്ങളെല്ലാവരും, മറ്റ് മതസ്ഥരായ എല്ലാവരോടും ഒച്ചം പറയുകയാണ്, കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുന്നവർ നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവാന്മാരാ, ഭാഗ്യവാന്മാരാ. കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനായിട്ട്, ശാന്തമായി ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ ഭാഗ്യം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.